ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പം നമ്മൾ റെക്കോർഡ് ടൈമിലാണ് എണ്ണീച്ചിരിക്കുന്നത്. റെക്കോർഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി സമയത്താണ് നമ്മൾ എണ്ണീച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. കാരണം ഞാൻ പോയി പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫുഡ് എന്തെങ്കിലും കഴിക്കാം. നമുക്കിന്ന് കഴിക്കാനായിട്ട് നല്ല അടിപൊളി സാമ്പാറാണ്. ഉച്ചയ്ക്ക് ഒന്ന് കുറേ നാൾക്ക് ശേഷം അങ്ങനെയാണ് ഉമ്മാൻ്റെ സാമ്പാർ കഴിക്കാൻ പോണത്. 1.5 ആഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ടാവും. ഈ സാമ്പാർ വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. മീൻ പൊരിച്ചയായിട്ട് നമുക്കിന്ന് മാതളാണ് ഗൈസ്, മാതൾ. ഈ തൈരിടാം ഗൈസ്. അപ്പം നമുക്ക് കഴിക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ പതുക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. എന്നിട്ട് നല്ല ചൂട് സാമ്പാറും ചോറും പിന്നെ കുറച്ച് തൈരും കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് നമ്മുടെ മുളക് അങ്ങോട്ട് പിഴിയണം. എന്നിട്ട് അതും കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് മാതളയിൽ നിന്ന് ഒരു പീസ് വെച്ചിരുന്നു. എന്നിട്ട് കേൾക്കണം. എന്നിട്ടൊരു വാഗിക്കണം ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞാനും ഐഷയും കൂടെ ബാക്കിയുള്ളായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തൊരു അതിഥി ഉണ്ട്, നാരങ്ങ അച്ചാറ്. പക്ഷെ ഞാൻ എടുത്തില്ല. എനിക്ക് ഇതിൻ്റെ കൂടെ അങ്ങനെ അത്ര കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുളിക്കണം. കുളിക്കാൻ വയ്യാണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഉടനെ കുളിക്കുന്നതായിരിക്കും. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇരുന്നിരുന്ന് അവസാനം കുളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പോയത് കുളിച്ചിട്ട് വന്നു. പക്ഷെ കുളിക്കാൻ പോയ സമയത്ത് എനിക്കൊരു പാക്കേജ് വന്നു ഗൈസ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാക്കേജാണിത്. എനിക്കൊരു ബ്രാൻഡ് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് സെൻഡ് ചെയ്തതാണ്. ആൻഡ് ഞാനത് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുള്ളതാണ്. എനിക്ക് ട്രൈ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ അല്ലെങ്കിൽ ഇൻഷാല്ലാഹ് മറ്റന്നാൾ ഇടുന്നതായിരിക്കും. ഒത്തിരി പേര് ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യട്ടോ. അപ്പം അതാണത്. അങ്ങനെ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ഐഷാക്കും ഉമ്മച്ചിക്കും കൂടിയാണ് ചായ ഉണ്ടാക്കണം. ഞാൻ ചായ കുടിക്കത്തില്ല. അവരെന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല ഗൈസ്, ഇരിക്കാൻ സമ്മതിക്കല്ല. ഇന്നലെ രാത്രി ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. ഉമ്മച്ചിക്ക് ഒരു സ്നേഹമില്ല എന്നോട് ഗൈസ്. ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പെർഫ്യൂമിൻ്റെ. എന്നോട് കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പെർഫ്യൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് പോസ്റ്റ് ഉണ്ട്, എല്ലാവരും പോയി കാണണം ഗൈസ്. പക്ഷെ എന്നിട്ട് കാണാൻ മേല. ഞാൻ ഇന്നലെ മേടിച്ച മറ്റേ നുറുക്കില്ലേ, അത് ബാക്കിയുണ്ട്. അത് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞെന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒരു ദിവസം 1.5 ദിവസം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വണ്ണം വെക്കും സുഹൃത്തുക്കളെ. ഐഷ ചന്ദനമഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐഷ എങ്ങനെയുണ്ട് ചന്ദനമഴ? വെരി ഇൻട്രസ്റ്റിംഗ് ഗൈസ്. അങ്ങനെ ഞാൻ രാത്രിത്തേക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാനൊരു വളരെ വലിയ സ്നേഹമുള്ളൊരു ഇത്താത്തയായതുകൊണ്ട് എൻ്റെ 2 അനിയത്തി വർക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം ഗൈസ്. നമ്മുടെ ഇൻഡോമി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മുട്ട ആഡ് ചെയ്യണമായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ പക്ഷിപ്പനിയാണ്. അതുകൊണ്ട് മുട്ട മേടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യം മറന്നുപോയി സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനി എന്തായോ ആവോ എന്ന് കണ്ടറിയണം ഗൈസ്. ഗൈസ് നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. മാഗി അല്ല, സോറി, ഇൻഡോമി റെഡി ആയിട്ടുണ്ട്. ഒരു സേച്ചി വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സേച്ചി വരുന്നതേ ഉള്ളൂ. മിക്കവാറും ആൾ വരുമ്പോഴത്തേക്ക് തീരുന്നതാണ് സുഹൃത്തുക്കളെ. അല്ലേ സീന? ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ, ഞാൻ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റ് കഴിക്കാറ്. കൊറിയൻ ഡ്രാമയൊക്കെ കണ്ടിട്ട് എന്തായാലും അവിടെ പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം സഫലീകരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാ പൊള്ളി. ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റിയില്ല. വാ പൊള്ളുന്നതിന് തോന്നിയില്ലായിരുന്നു.
അടിപൊളി ഗൈസ്, അടിപൊളി. സൈനത്താത്താക്ക് എന്താ പറയാനുള്ളത് നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാവാ? എങ്ങനെയുണ്ട്? കൊള്ളാം ഗൈസ്. ഐഷയ്ക്ക് പനിയാണ് ഗൈസ്. പനി മാറിയതേ ഉള്ളൂ. അതുകൊണ്ട് ഐഷയ്ക്ക് എനർജി ഇല്ലാത്തത്. ഇവക്ക് പനി വന്നപ്പോൾ ഇവളെ നെഞ്ച് പൊട്ടിച്ചിരിച്ച്. അവളിപ്പോഴും ആലോചിച്ചിരിക്കുക. അവള് അതിന് തലകറങ്ങി കിടന്നിരുന്നത് അല്ലേ ഐഷ? ഗൈസ്, പഴവും നൂഡിൽസും കൂടെ ഒരുമിച്ച് കഴിക്കുന്നൊരു ഇതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. പഴം കൊതിയത് കൊണ്ടാണ്, വേറൊന്നുമില്ല. പെട്ടെന്ന് പഴയോടൊരു കൊതി. എരിഞ്ഞിട്ടൊന്നുമല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് എന്തെങ്കിലും സീരീസ് എന്തെങ്കിലും പോയി കാണാൻ ഐഷ എന്നോടൊരു സീരീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സീരീസ് അല്ല, ഒരു മൂവിയുടെ കാര്യം. അപ്പോൾ ഒരു ഹൊറർ മൂവിയാണ് ഗൈസ്. ഞാനത് കാണാൻ പോവാണ്. പടത്തിൻ്റെ പേരെന്തായിരുന്നു? ടോക്ക് ടു മീ. അപ്പോൾ ആ പടം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.